രണ്ട് പെൺകുട്ടികൾ മുടിവെട്ടാൻ ബ്യൂട്ടി പാർലറിൽ പോയ ആ സംഭവത്തിൽ അടിമുടി ദുരൂഹത ആരോപിക്കുകയാണ് സന്ദീപ് വാര്യർ, കോൺഗ്രസിൻ്റെ വക്താവ്. സന്ദീപ് വാര്യരുടെ കുറിപ്പിൽ പറയുന്നത് ഇത് അത്ര ലൈറ്റായി കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലെന്നും അവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്നതും അതിൽ ആ പാർലറിൽ തന്നെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള റെയ്ഡും അങ്ങനെ അടച്ചുപൂട്ടലും അടക്കം അത് നടത്തുന്നവരെയും ഇടനിലക്കാരനായി കൊണ്ടുപോയവരെയും അടക്കമുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമായി അന്വേഷിച്ചാൽ അതിൽ വളരെ ആഴത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പ്. അത് 2-3 തവണ ആവർത്തിച്ച് അദ്ദേഹം കുറിപ്പിട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനടിയിൽ വന്ന് ജിഹാദ് പറഞ്ഞവർക്ക് കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. കാരണം ഈ പറയുന്ന ജിഹാദിന് പ്രിൻസും ഭാര്യയും തൻ്റെ ബ്യൂട്ടി പാർലർ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനാവുന്നതേ അല്ല എന്നതാണ് അതിൻ്റെ കാരണം. എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ എന്തിനാണ് അവിടെ പോയത്? അവരുടെ ഫോട്ടോ എടുത്തത് എന്തിനാണ്? അത് സതുദ്ദേശപരമായിരുന്നു. ഇവിടെ നിന്ന് സ്ഥലം കാണാൻ പോകുന്നവർ 1-2 വാഹനം കയറി പിന്നെ മണിക്കൂറുകൾ സഞ്ചരിച്ച് ഇതേ ബ്യൂട്ടി പാർലറിൽ തന്നെ എത്തിച്ചേർന്നത് എന്തിനാണ് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണമെന്നാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പ്. കഴിഞ്ഞ ദിവസമാണ് 2 പെൺകുട്ടികൾ റഹീമുക്കായെ വിളിച്ച് റഹീമുക്കായുടെ കൂടെ ട്രെയിനിൽ അങ്ങ് മുംബൈക്ക് പോയത്. മുടി വെട്ടിക്കാനാണ് പോയതെന്നും അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു എന്നും ഒക്കെ പറഞ്ഞാണ് അതിൻ്റെ പല വാർത്തകളും പുറത്തു വന്നത്. ഇനി ഏതെങ്കിലും സ്ത്രീകൾക്ക് അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ റഹീമുക്കായാണോ വിളിക്കേണ്ടത് എന്നുള്ളത് അതുകൂടി പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രമേൽ ലൈറ്റായിട്ടും സോഫ്റ്റായിട്ടുമാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ കാസ പോലെയുള്ള വിദ്വേഷവാദികൾ, വർഗീയവാദികൾ അവർ രംഗത്ത് വന്ന് അതിനകത്ത് ജാതിയും മതവും തേടിയുള്ള അന്വേഷണത്തിലാണ്. കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗം ഏത് സാമൂഹ്യ വിരുദ്ധനും ഏത് വൃത്തികെട്ടവനും ഏത് വൃത്തികെട്ട പ്രവൃത്തിയും ഏത് കച്ചവടവും ഈ പറയുന്ന ജാതിമത വ്യത്യാസത്തിൽ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചാണ് തീർക്കുന്നത്. കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു മുൻ പോലീസ് മേധാവിയുടെ മകളുടെ കയ്യിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. മലദ്വാരത്തിൻ്റെ വലിപ്പം അളക്കുന്നവരോട് പറയാനാണ് ആ ദ്വാരം മാത്രമല്ല, കാശ് കൂടുതൽ കിട്ടിയാൽ എല്ലാ ദ്വാരവും എല്ലാ ജാതിയിലും പെട്ടവർ ഉപയോഗിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം സന്ദീപ് വാര്യർ എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൻ്റെ റോൾ അന്വേഷണ വിധേയമാക്കണം. അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലെ അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിൻ്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത്? പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂണാണിത്. അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരല്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ് എന്നാണ് സന്ദീപ് ആദ്യം കുറിച്ചത്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസ് ആണെന്ന് വിവരം ലഭിച്ചു. ഏതാനും വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ, അന്നതിന് വേറെ പേരായിരുന്നു, മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതും നിരവധി മലയാളി പെൺകുട്ടികളടക്കം അനാശാസ്യത്തിന് പിടികൂടിയതും അന്ന് മനോരമയുടെ മുംബൈ എഡീഷനിൽ ഇത് വാർത്തയായി വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ചിന്ന് മാതൃഭൂമിയിൽ മാധു ചെറുതായൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിളറി വെളുത്തതായി കാണാൻ സാധിച്ചു. കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം. 1-2 വർഷം മുമ്പ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. നാളെ നമ്മുടെ പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ. അതുകൊണ്ട് ശക്തമായ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നത്. ആ കുറിപ്പിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ പോയ 2 കുട്ടികൾ ഈ പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ എത്താനും അവിടെ ചെന്ന് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ സന്ദീപ് എഴുതിയിരിക്കുന്നത് പോലെ നടന്നതാണെങ്കിൽ അതൊക്കെയും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഇതിലെല്ലാം ജാതിയും മതവും തിരികെ കയറ്റി അത് ആസ്വദിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളെ ശരിയായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി അന്വേഷിച്ച് കൊടുക്കേണ്ടതാണ്. ഇതിനപ്പുറത്ത് കൊണ്ടുപോയവൻ്റെ ജാതിയും പോയ പെൺകുട്ടികളുടെ ജാതിയും നടത്തുന്നവൻ്റെ ജാതിയുമല്ല നോക്കേണ്ടത്. അതിനപ്പുറത്ത് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഈ തിന്മയുടെ അതിൻ്റെ ആഴവും അതിൻ്റെ മാനവുമാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരേണ്ടത്.